കാലഘട്ടം, സഹാബത്തിന്റെ കാലഘട്ടം, അവരൊരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്, യാതനകൾ സഹിച്ചവരാണ്, സ്വന്തം നാട് വിട്ടുപോയവരാണ്, സ്വന്തം കുടുംബം വിട്ടുപോയവരാണ്. ആ ഒരവസ്ഥ നമുക്ക് തന്നിട്ടില്ല, ആ ഒരവസ്ഥ നമുക്കില്ല. നാം ഇസ്സത്തോടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു, അഭിമാനത്തോടുകൂടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു. ആ ജീവിക്കുമ്പോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി നാം ഇറങ്ങിയാൽ അത് എങ്ങനെ സംഘടിത രൂപത്തിൽ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ നിഷ്കർഷിക്കുന്നത് പോലെ നാം ഐക്യത്തോടുകൂടെ സംഘടിച്ചുകൊണ്ട് ഈ ദീനീ പ്രബോധന രംഗത്ത് സജീവമായാൽ, ആ സജീവമാകൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക ഇടപെടലുകളിൽ നാം സഹായിക്കുക, സാമൂഹിക ഇടപെടലുകളിൽ അതിൽ സജീവമായി ഇടപെടുക, സാന്ത്വന മേഖലകളിൽ സജീവമായ സാന്നിധ്യം ഉണ്ടാക്കുക, ആതുര സേവന രംഗങ്ങളിൽ സജീവമായ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക. ഈ രൂപത്തിൽ അതോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ രംഗത്ത് സജീവമായി നിലകൊണ്ടുകൊണ്ട് ഇതാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രബോധനം, അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ആ ജിഹാദിലേക്ക് വല്ലദീന ജാഹദൂ ഫീനാ, ആ ജിഹാദിൽ കടന്നു കഴിഞ്ഞാൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെ നാം നമ്മുടെ മാർഗത്തിൽ ചേർക്കും. ഏതാണ് നമ്മുടെ മാർഗമെന്നറിയില്ലേ? മഹാന്മാരായ അമ്പിയാക്കൾ ത്യാഗം ചെയ്ത് അവർ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പാതയുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന പാതയിൽ നമ്മെ ചേർക്കുമെന്ന് അല്ലാഹു പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും കളവാവുകയില്ല പറഞ്ഞത്. ആ രൂപത്തിൽ ആ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വഹാബത്തിന്റെ വഴിയിലേക്ക് നാം പ്രവേശിക്കും. ആ പ്രവേശിച്ചാലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ച ബഹുമാന്യരായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഒറ്റക്ക് കടക്കുകയില്ല, എന്റെ കൂടെ നിന്ന് അനുയായികളെ കൂട്ടിയിട്ടല്ലാതെ എന്ന് അവിടുത്തെ വലിയ വലിയ മശായിഖന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താജുൽ ഉലമ സ്വർഗത്തിൽ കടക്കുമെന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. അവർ കടക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ്, അവർ കടക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹാജിയെ പോലെയുള്ള വലിയ വലിയ സമ്പന്നരായ ആളുകൾ ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്ന് ആ നേതാക്കൾക്ക് ശക്തി പകരുന്നതെങ്കിൽ, ഇന്ന് തൗസീഫിനെ പോലെയുള്ള ആളുകൾ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹാന്മാരോടുകൂടെ നാളെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമ്മുടെ ഇഖ്ലാസുള്ള പ്രവർത്തനമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി